എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ കണക്കിലാക്കി കോമൺ ആയിട്ട് പണക്കാരനെന്നും പാവപ്പെട്ടവനെന്നൊക്കെയാണ് ആളുകളെ തരംതിരിക്കാറ്. എന്നാൽ ഇതിനിടയിൽ വരുന്ന ആളുകളെ പറ്റി ആരും അങ്ങനെ ചിന്തിച്ചു പോലും നോക്കാറില്ല. അതെ, ഭൂരിപക്ഷ ആളുകളും ഈ മിഡിൽ ക്ലാസ് എന്ന ലേബലിൽ പെടുന്നവരായിരിക്കും. അതായത് ഒന്ന് പാളിയാൽ ദരിദ്രരുടെ പട്ടികയിലും ലക്കുണ്ടെങ്കിൽ പണക്കാരന്റെ പട്ടികയിലേക്ക് പെട്ടെന്ന് എത്താനായി സാധിക്കുന്നവര്. ഇന്ന് അവരെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അതായത് മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളുടെയൊക്കെ വീടുകളിൽ നടക്കാറുള്ള അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന 10 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണേ. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ കാര്യം നോക്കാം. കടയിൽ നിന്നും മറ്റൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂടെ കിട്ടുന്ന ക്യാരി ബാഗുകളില്ലേ, അതൊരിക്കലും പുറത്തേക്ക് വലിച്ചെറിയുകയോ ഉപയോഗശൂന്യമാക്കി വെക്കുകയോ ചെയ്യില്ല. അതിനെ കഴുകി വൃത്തിയാക്കി പിന്നീട് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡസ്റ്റ്ബിൻ കവർ ചെയ്ത് വെക്കാനോ ഒക്കെ ഉപയോഗിക്കും. രണ്ടാമത്തെ കാര്യം നോക്കാം. ചായപ്പൊടി വന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, ബിസ്ക്കറ്റ് ടിൻ, അങ്ങനെ ഓരോ സാധനങ്ങളുടെ കൂടെ കിട്ടുന്ന ടിന്നുകളും ഒന്നും ഇവിടെ യൂസ് ഇല്ലാതെ പോകില്ല. നമ്മുടെ അമ്മമാർ ഓരോന്നിനും ഒരു ഉപയോഗം അത് വാങ്ങുമ്പോൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ടാകും. ആ കുപ്പിയിലെ സാധനം തീർത്താൽ ഉടൻ തന്നെ അതിൽ മുളക് പൊടിയോ അച്ചാറോ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിറയും. അതുകൊണ്ടൊക്കെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഞാൻ ബൂസ്റ്റിന്റെ ടിന്നൊക്കെ കാണുമ്പോൾ തന്നെ എടുത്ത് തുറന്ന് തിന്നാറില്ല. അതിനുള്ളിൽ ഉണ്ടാകും മുളക് പൊടിയായിരിക്കും എന്ന് എനിക്കറിയാം. മൂന്നാമത്തെ കാര്യം നോക്കാം. ടൂത്ത് പേസ്റ്റിന്റെ ഒക്കെ ആത്മാവ് വരെ പിഴിഞ്ഞെടുത്ത് അതിന്റെ ഉപയോഗം ഞങ്ങൾ നിർത്താറുള്ളൂ. പഠിച്ച പണി 18 നോക്കി മുഴുവൻ ശക്തിയും എടുത്ത് ആ പേസ്റ്റിനെ ഞെക്കി പുറത്ത് ചാടിച്ചാകും പേസ്റ്റ് തീരാറായ നാളുകൾ ഉപയോഗിക്കാറ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നാലാമത്തെ കാര്യം നോക്കാം. വാഷിംഗ് മെഷീനൊക്കെ അങ്ങനെ സ്ഥിരം യൂസ് ചെയ്യാറില്ല. ആവശ്യമുള്ള തുണികൾ സൂക്ഷിച്ചു കൂട്ടിവെച്ച് ആഴ്ചയിൽ ഒരു ദിവസമാകും അതിനെ പ്രവർത്തിപ്പിക്കുക. ഇതുമൂലം തന്നെ ധാരാളം കറണ്ട് സേവ് ചെയ്യാനും കഴിയും. അല്ലെങ്കിലും ഈ ജോലിക്ക് പോകാനുള്ള തിരക്കിൽ ഇതിനൊക്കെ എവിടെന്നാ സമയം? അതുകൊണ്ട് മോസ്റ്റ്ലി വീക്കെൻഡ്സിലാകും നമ്മുടെ വീടുകളിൽ വാഷിംഗ് മെഷീൻ പണിയെടുക്കാറ്. അഞ്ചാമത്തെ കാര്യം നോക്കാം. പുതിയൊരു ടിവിയോ ഫ്രിഡ്ജോ ഒക്കെ പോലത്തെ സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നാൽ അതിന്റെ പുതുമ നഷ്ടപ്പെടാതിരിക്കാൻ അതിൽ വന്ന കവറൊന്നും വലിച്ചേറി കളയാത്തവരാണ് ഭൂരിപക്ഷം. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അധികം പൊടിയടിക്കില്ല. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാലും കാണുമ്പോൾ പുതിയൊരു സാധനം പോലത്തെ ഒരു ഫീലൊക്കെ കിട്ടും. അടുത്ത കാര്യം നോക്കാം. ചിപ്സ്, മിക്സർ തുടങ്ങിയ സ്നാക്സ് ഐറ്റംസും മറ്റു പലഹാരങ്ങളും ഒക്കെ സാറ്റ് കളിക്കുന്നത് പോലെ കണ്ടെത്താൻ കഴിയുള്ളൂ. കാരണം ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിൽ വരുമ്പോൾ തന്നെ കുട്ടികളുടെ കണ്ണ് വെട്ടിച്ച് എവിടെ ഒളിച്ചു വെക്കാമെന്നാകും അവര് ചിന്തിക്കുക. സ്നാക്സ് സൂക്ഷിക്കാൻ ഒരു പെട്ടി ഉണ്ടെങ്കിലും അതിൽ കുറച്ചു മാത്രം കരുതി ബാക്കി കുട്ടികളുടെ കൺവെട്ടത്തു നിന്നും മറച്ചു വെക്കാറാണ് പതിവ്. മിക്കപ്പോഴും അരിയിട്ട് വെക്കുന്ന പാത്രത്തിനുള്ളിലൊക്കെയാകും ഇത്തരം സ്നാക്സ് ഒളിഞ്ഞിരിക്കുക. ഏഴാമത്തെ കാര്യം നോക്കാം. ഒരു ചെറിയ സാധനം വാങ്ങണമെങ്കിൽ പോലും അതിന്റെ വില പല കടകളിലായി തിരക്കി വെബ്സൈറ്റുകളൊക്കെ ചെക്ക് ചെയ്ത് താരതമ്യേന കുറഞ്ഞത് തിരഞ്ഞെടുത്ത് അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും സ്വന്തമായി പഠിച്ച് ബാക്കിയുള്ളവരുടെ കൂടി അഭിപ്രായങ്ങളൊക്കെ തിരക്കി ഏറ്റവും അവസാനം മാത്രമേ ഒരു സാധനം കടയിൽ നിന്നും വാങ്ങാറുള്ളൂ. ശരിയാണോ ഇത്? അടുത്ത കാര്യം നോക്കാം. വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ കേടാവുകയോ പൊട്ടിപ്പോവുകയോ ചെയ്താൽ പുതിയതായി ഒന്ന് വാങ്ങാമെന്ന ഓപ്ഷൻ രണ്ടാമത് മാത്രമേ ചിന്തയിൽ വരികയുള്ളൂ. ആദ്യം അതിനെ എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നാകും ചിന്തിക്കുക. ഒരു രക്ഷയുമില്ലെങ്കിൽ മാത്രമേ പുതിയതൊന്നിനെ പറ്റി ചിന്തിക്കുക പോലും ഉള്ളൂ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെച്ച് അതിനെ റീപ്ലേസ് ചെയ്യും. അടുത്ത കാര്യം നോക്കാം. പഴയ തുണികളും ബെഡ്ഷീറ്റുകളും ഒന്നും പുറത്തേക്ക് വലിച്ചെറിയുകയോ കളയുകയോ ചെയ്യാറില്ല. അതൊക്കെ ക്ലീനിങ് ക്ലോത്ത്സ് എന്ന കാറ്റഗറിയിലേക്ക് എത്തപ്പെടും. വീട് വൃത്തിയാക്കാനും കാറ് തുടയ്ക്കാനും ഒക്കെ അതാകും ഞങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണോ? അവസാനത്തെ കാര്യം നോക്കാം. പുതിയ ഡ്രസ്സുകൾ എടുക്കാറ് എപ്പോഴും എന്തെങ്കിലും വിശേഷ ദിവസങ്ങളോ ഉത്സവങ്ങളോ ഒക്കെ അനുബന്ധിച്ചായിരിക്കും. ഒരു കാര്യമില്ലാതെ ഡ്രസ്സ് എടുക്കുന്നത് വളരെ റെയർ ആയിരിക്കും അല്ലേ? അതും വാങ്ങുന്ന ഡ്രസ്സ് മാക്സിമം ഉപയോഗിക്കും. അതിന്റെ കളറ് മങ്ങുമ്പോഴോ വീട്ടിലിടാനായി ഉപയോഗിക്കും. ഒടുവിൽ കീറുമ്പോൾ തറ തുടയ്ക്കാനും എടുക്കും. അങ്ങനെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് നമ്മുടെ വീടുകളിൽ നടക്കുന്നത്. എന്താ അല്ലേ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളുകൾക്ക് ഈ വീഡിയോ വളരെയധികം റിലേറ്റബിൾ ആയിരിക്കും. കാരണം അവരതുമായി താരതമ്യപ്പെട്ട് ജീവിച്ച് വളർന്നവരാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഒരുപക്ഷെ ഇപ്പോഴാകും ചിലരെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് പോലും. അപ്പൊ ഗൈസ്, ഇതിലില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.